പേജ് നമ്പർ 69. അടുത്ത എല്ലാ മക്കളും ശ്രദ്ധിക്കൂ കേട്ടോ. കണ്ടെത്താം, എഴുതാം. റെഡിങ്ങിൽ എഴുതിയിട്ട് കണ്ടോ അവിടെ മുകളില് കണ്ടെത്താം, എഴുതാം. നമുക്ക് എഴുതാം അല്ലെ? എന്നാല് കണ്ടെത്തിയിട്ട് എഴുതണം. ഓക്കെ. കസേര കളിയിൽ പങ്കെടുത്തത് ആരൊക്കെ? മിസ് ചോദിക്കുന്ന ആള് പറയണേ, കസേര കളിയിൽ പങ്കെടുത്തത് ആരൊക്കെ? ആരൊക്കെയായിരുന്നു അയാൻ വിജേഷേ? കസേര കളിയിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായത്? നമ്മുടെ കസേര കളിയിൽ ഇന്നലെ നമ്മൾ പഠിച്ച പാഠത്തിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായത്? ഉണ്ടായില്ലേ ക്ലാസ് നേഴ്സിന്റെ കൂടെ? ആരൊക്കെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞേ. അമ്മയോട് കഥ പറഞ്ഞാള് കസേര കളിയിൽ ഉണ്ടായ മെയിൻ ആളാരാ? ഒന്നാം സമ്മാനം വാങ്ങിയ ആള്? കഥ കേട്ടിട്ട് അന്ന് ടീച്ചർ പറയുന്ന കഥ ഓർമ്മയില്ല? അയാൻ വിജേഷിന് ഓർമ്മയില്ല? ഓർമ്മയില്ല. നെക്സ്റ്റ് ആർക്കൊക്കെ അറിയാം? ഓക്കെ, ആതിര. ആതിരയാണ് ഒന്നാമത്തെ. നെക്സ്റ്റ് അമൃത പറഞ്ഞേ ബാക്കിയുള്ള ആരാണ്? ഒന്ന് അമൃത, പിന്നെയോ അൺമ്യൂട്ട് ചെയ്യുമ്പോഴാ ആതിര, അഭിനവ്, സീനു, നെക്സ്റ്റ് വീണ അല്ലെ? ഇത്രയും പേരായിരുന്നു കസേര കളിയിൽ ഉണ്ടായത്. അപ്പൊ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കളിയിൽ സമ്മാനം വാങ്ങിയ ആൾ ആരാണ്? ആതിരയാണ് അല്ലെ? ആതിരയാണ് ഇത് അമ്മയോട് കഥ പറയുന്നത്. അപ്പൊ ആതിരയുണ്ട്. നെക്സ്റ്റ് ആദ്യം പുറത്തായ ആളാരാ? സീനു. പിന്നെ രണ്ടാമത് പുറത്തായ ആളാരാ? അഭിനവ്. ലാസ്റ്റ് വീണയും ആതിരയും കൂടിയാണ് ഓടിയത് എന്ന് പറയുന്നത്. അപ്പൊ 4 പേര് ഇതിലുണ്ട് അല്ലെ? ആതിര, സീനു, അഭിനവ്, വീണ. ഓക്കെ. അപ്പൊ എഴുതിക്കോ. ഫസ്റ്റ് വൺ എഴുതിക്കോ. പെൻസിൽ എടുത്ത് എഴുതിക്കേ. ശ്രദ്ധിച്ചിട്ട് എഴുതണേ. ആരൊക്കെയാണ്? ആതിര. ആദ്യത്തെ ആളാരാ? ആതിര. എഴുതിക്കോ. ആതിര എങ്ങനെ എഴുതും? ആതിര അല്ലെ? ഒന്നാമത്തെ ആള് ആതിര. നെക്സ്റ്റ് ആരാ? രണ്ടാമത്തെ ആള് സീനു. സായ് എഴുതി, ഈ ചിഹ്നത്തു ഞാൻ എഴുതി. സീനു എന്നാ ഇതിൽ കാണുന്നു. സീനു അല്ല കേട്ടോ, സീനു. ഓക്കെ, രണ്ടാമത്തെ ആള്. നെക്സ്റ്റ് മൂന്നാമത്തെ ആളാണ് ആര്? അഭിനവ് അല്ലെ? അഭിനവാണ് പുറത്തായത് എന്ന് പറയുന്നുണ്ട്. എഴുതി. പറഞ്ഞോണ്ട് എഴുതണേ മക്കളെ. നെക്സ്റ്റ് അഭിനവ്. അഭിനവ് അല്ലെ? നെക്സ്റ്റ് ലാസ്റ്റ് ആരാ? വീണ അല്ലെ? വീണയും ഞാനും കൂടെ ഓടി എന്ന് പറഞ്ഞു ലാസ്റ്റ്. അപ്പൊ വീണ. വീണ.
അപ്പൊ ആതിര, സീനു, അഭിനവ്, വീണ. 4 ലൈനിലായിട്ട് എഴുതിക്കോ. പറഞ്ഞു എഴുതണം. എങ്ങനെയാ നോക്കിയ? ആതിര, ആ താഴെഴുതി വെള്ളിയിട്ടു രായെഴുതി. സീനു, അഭിനവ്, വീണ. അല്ലെ? ഇത്രയാളാണ് കസേര കളിയിൽ പങ്കെടുത്തത്. അല്ലെ? ഓക്കെ. അപ്പൊ കസേരകളിയിൽ പങ്കെടുത്തത് ആരൊക്കെ? ആതിര, സീനു, അഭിനവ്, വീണ. നെക്സ്റ്റ് ചോദ്യം എന്താണ്? കളിയിൽ നിന്ന് ആദ്യം പുറത്തായത് ആര്? കളിയിൽ നിന്ന് ആരാ ആദ്യം പുറത്തായത്? ആരാലൻ? സീനു. എഴുതിക്കോ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? സീനു. രണ്ടാമത് മിസ് എഴുതിയത് ഒന്നും കൂടി ഇതാ എഴുതുന്നുണ്ട്. രണ്ടാമത്തേല് ഇതാ എഴുതുന്നുണ്ട്. ആ എഴുതി. നിങ്ങൾ എഴുതി ഒറ്റയ്ക്ക് എഴുതാൻ കിട്ടുന്നുണ്ടോ നോക്കിയേ. സി ഞാ എഴുതി ഊച്ചിലേക്ക് സീനു. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ സീനു. എഴുതിയോ? എഴുതിയോ മക്കളെ? എഴുതിയോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഏതൊക്കെ കളികളാണ് നിങ്ങൾ കളിക്കാറുള്ളത്? ഓക്കെ, വെരി ഗുഡ്. എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ കളികളാണ് നിങ്ങൾ കളിക്കാറുള്ളത്? അത് മിസ് എഴുതേണ്ടതല്ല കേട്ടോ, നിങ്ങളാ എഴുതേണ്ടത്. ഏതൊക്കെ കളികളാണ് നിങ്ങൾ കളിക്കാറുള്ളത് എന്നാണ് ചോദ്യം. ഏതൊക്കെ കളികളാ കളിക്കുന്നേ? ആരാ പറയുന്നേ? ദേവാംഗ ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ കളിയാണ് മോൻ കളിക്കാറുള്ളത്? ഏത്? മനസ്സിലായില്ല മിസ്? ഏതൊക്കെ കളികളാണ് മോൻ കളിക്കാറുള്ളത്? ഏത് കളിയും കളിക്കാറില്ല? ഒന്ന് മ്യൂട്ട് ചെയ്തില്ലേ? ഓ, മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു മിനിറ്റ് മിസ് ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടെ എല്ലാരെയും. ആ, എന്റെ ദേവാംഗം ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആ, സാറ്റ്. ഒന്ന് സാറ്റ് കളിക്കാറുണ്ട്. നെക്സ്റ്റ് കള്ളനും പോലീസും. നെക്സ്റ്റ് ഏത്? ആ, എന്ത് കളിയാ? ഓ, അതെയാ. ഓക്കെ. അപ്പൊ അടുത്ത ആരാ പറയുന്നേ? വേറെ ഏതൊക്കെ കളിയാ കളി? അമാൻ മാധവ് ഏതൊക്കെ കളിയാ കളിക്കാറ്? പറഞ്ഞോ. ഷട്ടിൽ ബാറ്റ്. നെക്സ്റ്റ് ഫുട്ബോൾ. പിന്നെ ഓടിക്കളിക്കുന്നുണ്ട് അല്ലെ? നെക്സ്റ്റ് ആരാണ് ഇനി അടുത്ത പറഞ്ഞ? ആദിത്യനൂപ് ഏതൊക്കെ കളിയാ കളിക്കാറുള്ളത്? ക്രിക്കറ്റും ഷട്ടിലും. ഷട്ടിൽ ബാറ്റും ക്രിക്കറ്റും. ഓക്കെ, ക്രിക്കറ്റ്. ഒരുപാട് കളികളുടെ പേര് കിട്ടി ഇപ്പൊ നമുക്ക് അല്ലെ? അപ്പൊ നിങ്ങൾ ഇന്ന് ഇതിൽ ഏതൊക്കെയാ എഴുതുന്നത്? ഞാൻ എഴുതി തരാം. അപ്പൊ ഏതൊക്കെ എഴുതും? നിങ്ങൾ കളിക്കുന്ന കളിയാ എഴുതേണ്ടത്. മിസ് കളിക്കുന്ന കളിയല്ലല്ലോ. അപ്പൊ നിങ്ങൾ കളിക്കുന്ന കളി ഏതൊക്കെയാണെന്ന് ഇന്ന് എഴുതുന്നത്? ക്രിക്കറ്റ്, ഫുട്ബോള് ഇതൊക്കെ എഴുതുന്നോ? സാറ്റ് എന്നൊക്കെ എഴുതുന്നോ? ഏതാ നീ ഏതൊക്കെ കളിയാ കളിക്കാറ്? സാറ്റ്, പിന്നെ ചോറും കറിയും വെക്കല്. ഓക്കെ,
അടുത്ത ആരവ് എന്താ കളിക്കാറ്? ഷട്ടില്, സാറ്റ്. ഷട്ടില്, സാറ്റ്. ഓക്കെ, മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതണ്ടേ? എന്താ എഴുതുന്നത് പറഞ്ഞോ? എന്താ ഐഫുന? പറഞ്ഞോ. സാറ്റ്, കൊറേ ആളുണ്ട് നാരങ്ങാപ്പാലടിക്കോ. നാരങ്ങാപ്പൂര്. കൊറേ ആളുണ്ട് നാരങ്ങാപ്പാലടിക്കോ. ആ, ഇത് തന്നെയാ വരുന്നത് അല്ലേ? വേറെ ഏത് കളിയും വരുന്നില്ലല്ലോ. ക്രിക്കറ്റാ? ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് അടിക്കോ. ഓ, ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് അടിക്കോ. ആ, ഓക്കെ. പിന്നെ ആർക്കാ പറയേണ്ടത് ഇപ്പൊ കളി? ആർക്കൊക്കെ പറയണമെന്ന് ആഗ്രഹമില്ലേ ഇപ്പം കളിക്കുന്ന കളികള്? കൈ പൊക്കിയേ എല്ലാവരും ഒന്ന്. പറഞ്ഞു യേശിക. എട്ടാം ഘട്ടം സാറ്റ്. ഓക്കെ, 3 കളികളുടെ പേര് ഇപ്പൊ നമുക്ക് എഴുതണം. എന്താ അമൃത പറയാൻ ഉദ്ദേശിക്കുന്നത്? സ്റ്റോൺ പേപ്പർ. ഏത്? സ്റ്റോൺ പേപ്പർ. സ്റ്റോൺ പേപ്പർ. എന്തൊക്കെയോ കളികൾ ഉണ്ടാവും, എനിക്കറിയില്ല. അപ്പൊ കുറച്ച് കളികളെ എനിക്കറിയാം. ജോവിൻ എന്താണ്? നീലാഞ്ജന എന്താ? നീലാഞ്ജന ആ, ജോവിൻ പറഞ്ഞോ. ഏത്? ഏതാണ്? മിസ്സിന് മനസ്സിലായില്ല. ക്രിക്കറ്റ്. ഓക്കെ, നീലാഞ്ജന എന്താ കളിക്കാറ്? സാറ്റും ചോറും കറി. ചോറും കറി വെക്കലും സാറ്റ് കളി. ദേവർഷ എന്താ കളിക്കാറ്? ദേവർഷ കളിക്കലും ഒളിച്ചളി കളിക്കലും ഒളിച്ചു കളി കളിക്കലും സാറ്റ്. പിന്നെ കളികളി കളിക്കലും. ഓക്കെ, ഏബൽ മാജിക് എന്തോ പറയാനുണ്ട്, പറഞ്ഞോ. ഒളിച്ചളി തന്നെ കളിക്കാം. ഏത്? ഷട്ടിൽ ബാറ്റിംഗ് കളിക്കാം. ഷട്ടിൽ ബാറ്റ്. അപ്പൊ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഷട്ടിൽ എഴുതുന്നോ? അല്ല, സാറ്റിലാണോ എഴുതുന്നത്? എന്താണ് ആബിസ് പറയാ? ആബിസിനെ കാണാറേ ഇല്ലല്ലോ മുഹമ്മദ് ആബിസിനെ. ആ, സാറ്റ്. സാറ്റ്. ഓക്കെ, സേറാമിരിക്ക് എന്തോ പറയാനുണ്ട്. ഇങ്ങനെ കല്ല് കൂട്ടി വെച്ചിട്ട് വലിയൊരു ഇതാക്കിയിട്ട് ഒരു കല്ലെടുത്തിട്ട് ഇഷ്ടപ്പെട്ടത് ഏത്? ഓക്കെ, എവിടെയായിരുന്നു ആബിസ് ക്ലാസ്സിൽ കയറാത്ത? എന്തേ ആബിസേ? ഓക്കെ, മനസ്സിലായി. വേറെ പാവ വെച്ച് കളിക്കും. ഓക്കെ, അപ്പൊ ഒരുപാട് കളി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഇപ്പൊ എന്താ എഴുതേണ്ടത്? ഏതൊക്കെ കളിയാ എഴുതുന്നേ? എന്താ എഴുതുന്നേ? പറഞ്ഞോ കുട്ടികളെ. ഏതൊക്കെങ്കിലും ഏത് കളിയാ എഴുതേണ്ടത്? ക്രിക്കറ്റ്, ഫുട്ബോൾ എഴുതാം അല്ലേ? 3 എണ്ണം എഴുതണം. ആ, എഴുതിക്കോ. ഫസ്റ്റ് വൺ എഴുതി. നിങ്ങൾ തന്നെ ഇവിടെ അടിയുണ്ട്. ഓക്കെ, ഏത് കളി എഴുതുന്നേ? നമുക്ക് ഇത് കളി എഴുതുന്നേ. ക്രിക്കറ്റ് എഴുതാം അല്ലെ? ഫസ്റ്റ് വൺ ക്രിക്കറ്റ്.
ക്രിക്കറ്റ്, സാറ്റ്. ഫുട്ബോൾ എന്ന് മലയാളം ഇംഗ്ലീഷ് വേർഡ് ആണാവോ? ഫുട്ബോൾ. ഓക്കെ, ഫുട്ബോൾ. ക്രിക്കറ്റ്, സാറ്റ്, ഫുട്ബോൾ അല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് എന്താണ് പറയുന്നത്? മാതൃക പോലെ എഴുതുക. അതിന്റെ താഴെ കണ്ടോ? മാതൃക പോലെ എഴുതുക. എന്താ പറയുന്നത്? ആരോ മ്യൂട്ട് അല്ലാതെ ഉണ്ടല്ലോ. ഒന്ന് മ്യൂട്ട് ആക്കിയ മക്കളെ. ഓക്കെ. അപ്പൊ ആതിരയും വീണയും ഓടി. വായിച്ചു നോക്കിയേ. അവിടെ കണ്ടോ? നീല കളറിൽ എഴുതിയത് ആതിരയും വീണയും ഓടി. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം കേട്ടോ. എന്നിട്ട് എങ്ങനെ എഴുതാനാ പറഞ്ഞേ? എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്ത്? ആതിര ഓടി, വീണ ഓടി. ആതിര ഓടി, വീണ ഓടി. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? നിവേദ്യ എഴുതുന്നില്ല മോളെ? എഴുതുന്നുണ്ടല്ലേ? ഓക്കെ. സീനുവും അഭിജിത്തും പുറത്തായി എന്നാണ്. ഇനി അതെങ്ങനെ എഴുതണം നമ്മള്? ഇതേ മാതൃക ഇതുപോലെ നമ്മൾ എങ്ങനെ എഴുതണം അൻവിത? നമ്മളിപ്പോ മാതൃക പോലെ എഴുതുകന്നില്ലേ? ആതിരയും വീണയും ഓടി, ആതിര ഓടി, വീണ ഓടി എന്നാണ് എഴുതിയത്. അതുപോലെ സീനുവും അഭിജിത്തും പുറത്തായി. എങ്ങനെ എഴുതണം നമ്മൾ അന്നേരം? സീനുവും പുറത്തായി, അഭിജിത്തും പുറത്തായി. ഓക്കെ. സീനു പുറത്തായി, അഭിജിത്ത് പുറത്തായി അല്ലെ? അങ്ങനെ എഴുതണം നമ്മൾ. ഓക്കെ, നമുക്ക് എഴുതാതെ. സീനു. ഇത് കളഞ്ഞോട്ടെ. എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഇത് സീനു പുറത്തായി, അഭിജിത്ത് പുറത്തായി. അങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത് അല്ലെ? ഓക്കെ. അപ്പൊ ഇത് കളഞ്ഞോട്ടെ മക്കളെ. കഴിഞ്ഞോ? ഫിനിഷ് ആണോ ഇത്? എഴുതി കഴിഞ്ഞോ എല്ലാവരും? എഴുതിയോ മക്കളെ? ഓക്കെ. അപ്പൊ ഇത് കളയുന്നേ. നെക്സ്റ്റ് അടുത്തത് എഴുതാ. കണ്ടോ നിങ്ങൾ? ലാസ്റ്റ് വരുന്ന ഇപ്പൊ ആ ഡാഷിലെടുത്താണ് എഴുതേണ്ടത്. സീനുവും അഭിജിത്തും പുറത്തായി എന്നുള്ളത്. സീനു പുറത്തായി. സീനു പുറത്തായി. എനിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുക. അതേ എല്ലാം നിങ്ങൾ എഴുതിക്കോ. സ്ഥലം ഉണ്ടല്ലോ താഴെ രണ്ടെണ്ണം. ഓക്കെ. അഭിജിത്ത് പുറത്തായി. ആരാ ഇതില് വരച്ചാള്? അയച്ചു കഴിഞ്ഞേ. അഭിജിത്ത് പുറത്തായി.
ഓക്കെ, എഴുതിയ മക്കളെ? അപ്പോ ആതിരയും വീണയും ഓടി, ആതിര ഓടി, വീണ ഓടി, സീനുവും അഭിജിത്തും പുറത്തായി, സീനു പുറത്തായി, അഭിജിത്ത് പുറത്തായി. ഓക്കെ, അങ്ങനെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് പേജ് എടുത്തോ. അടുത്ത പേജ് ഇത് കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം അടുത്ത പേജിൽ എന്താ പറയുന്നത് നമ്മളോട്? ധാര വരക്കുന്നാണ്. മാറ്റിയേ, വേഗം വായിച്ചു കഴിഞ്ഞോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളിയെ കുറിച്ച് അമ്മയോട് വിവരിക്കുക. അതാണ് അമ്മയോട് വിവരിക്കാം എന്നുള്ളതിൽ പറയുന്നത്. അടുത്ത എന്താ പറഞ്ഞേ? അഭിനന്ദന സന്ദേശം. ആതിരയ്ക്ക് അഭിനന്ദനം. ലില്ലിക്കുട്ടി കണ്ടോ അഭിനന്ദന സന്ദേശം. അപ്പൊ എന്താ അതിന് പറയുന്നത്? ആതിരയെ അഭിനന്ദിച്ചുകൊണ്ട് കൂട്ടുകാരി ലില്ലിക്കുട്ടി തയ്യാറാക്കിയ അഭിനന്ദന സന്ദേശമാണ് മുകളിൽ കൊടുത്തത്. ഇതുപോലെ ഒരെണ്ണം നിങ്ങളും തയ്യാറാക്കുക. ഇതുപോലെ ഒരെണ്ണം നിങ്ങൾ തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാ അഭിനന്ദന സന്ദേശത്തിന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആർക്കാണ് അഭിനന്ദനം എന്ന് നിങ്ങൾ ഏകദേശം ആരാ? മുഹമ്മദ് ആബിസ് ആണോ എഴുതുന്നത്? ഇവിടെ വായിച്ചത്. അപ്പൊ ആതിരയെ അഭിനന്ദിച്ചുകൊണ്ട് കൂട്ടുകാരി ലില്ലിക്കുട്ടി തയ്യാറാക്കിയ അഭിനന്ദന സന്ദേശമാണ് മുകളിൽ കൊടുത്തത്. ഇതുപോലെ ഒരെണ്ണം നിങ്ങളും തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം നിങ്ങൾ ആർക്കെങ്കിലും എന്റെ അമൃത ഉറപ്പ് വരുന്നുണ്ടോ? അമൃതക്ക് തയ്യാറാക്കുക കേട്ടോ. അത് നിങ്ങൾ തയ്യാറാക്കില്ലേ മക്കളെ? അഭിനന്ദന സന്ദേശം അഭിനന്ദന സന്ദേശം. ഇപ്പൊ എന്താ എഴുതേണ്ടത്? ഇപ്പൊ ആർക്കെങ്കിലും ഒരു ഉദാഹരണം എങ്ങനെയാ? ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേര്. ഇപ്പൊ സീനുവിന് അഭിനന്ദനം. എന്നിട്ട് ഇന്നാളെ ആരാണ് അയക്കുന്നത് വെച്ചാൽ അവരുടെ പേര്. അത്രേ ഉള്ളൂ. ഇതാ ഇതുപോലെ എനിക്ക് ഒരു ചിത്രം. ഓക്കെ, നമ്മുടെ പാഠം ഫിനിഷായേ. അപ്പൊ നമ്മുടെ പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാവരും ഇനി എക്സാമിന് റെഡി ആയിട്ട് ഇരിക്കുക. എന്ത് ചെയ്യണം? നമ്മുടെ മിസ് സിലബസ് തന്നിട്ടുണ്ട്. അത് മുതലുള്ള എല്ലാ ഭാഗങ്ങളും വരും. പിന്നെ എഴുതാൻ നിങ്ങൾ പഠിക്കണം. എഴുതാനുണ്ട് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ട് നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് താഴെ എഴുതണം. കുറച്ച് പണിയുള്ളത് കേട്ടോ. അപ്പൊ ഇതൊക്കെ എഴുതാൻ പഠിക്കണം. മഹാബലി, ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ഇതൊക്കെ എഴുതാൻ പഠിക്കണം. അന്ന് മിസ് ഡിക്റ്റേഷൻ ഇട്ടില്ലേ? അതൊക്കെ എഴുതാൻ വരും. ഓക്കെ, അപ്പൊ ഇത് കംപ്ലീറ്റ് ആയില്ലേ മക്കളെ? അപ്പൊ കണ്ടെത്താൻ എഴുതാന്നുള്ളതില് കസേരകളിൽ പങ്കെടുത്തത് ആരൊക്കെയാണ്? ആതിര, സീനു, അഭിനവ്, വീണ. കളിയിൽ നിന്ന് ആദ്യം പുറത്തായത് ആര്? സീനു. ഏതൊക്കെ കളികൾ? സീനു എന്നൊക്കെ എഴുതാൻ പഠിക്കണേ. സീനു. ഏതൊക്കെ കളികളാണ് നിങ്ങൾ കളിക്കാറുള്ളത്? ക്രിക്കറ്റ്, ഫുട്ബോള്, സാറ്റ്. മാതൃക പോലെ എഴുതാം. ആതിരയും വീണയും ഓടി. ആതിര ഓടി, വീണ ഓടി. സീനുവും അഭിജിത്തും പുറത്തായി. സീനു പുറത്തായി, അഭിജിത്ത് പുറത്തായി. കേട്ടോ, ഇത്രയാണ് നമ്മൾ ഇന്ന് എഴുതിയത്. പിന്നെ അഭിനന്ദന സന്ദേശം തയ്യാറാക്കാനാണ്. അത് നിങ്ങൾ ഇഷ്ടമുള്ളവർ നിങ്ങൾ ആർക്കെങ്കിലും വെച്ച് എഴുതിയാൽ മതി കേട്ടോ. ഒരു കാര്യമില്ല. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? എക്സാമിന് വേണ്ടി നല്ലതുപോലെ എഴുതി പഠിക്കണം. പ്രത്യേകിച്ച് പറഞ്ഞ് എഴുതണം എന്ന്. കാരണം നിങ്ങൾ എഴുതാനുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാനുണ്ട്. ക്വസ്റ്റ്യൻസ് അല്ല, ഐഡന്റിഫൈ ചെയ്ത് എഴുതാനുണ്ട്. അപ്പൊ എന്തൊക്കെ? ഗാന്ധിജിനെ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങളത് എഴുതി പഠിക്കണം കേട്ടോ. ദാഹജലം, നെന്മണി, ഇതൊക്കെ എഴുതി പഠിക്കണം. എല്ലാ ഭാഗവും പഠിക്കണേ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലേ? തിരുവോണനില പാഠം കുറച്ച് അധികം ഉണ്ട്. ഓണ മിസ് പറഞ്ഞ പിന്നെ മഹാബലി, മാവേലി, ഇതൊക്കെ നിങ്ങൾ എഴുതാൻ പറ്റണം. ഓണസദ്യ, ഓണക്കോടി,
ഗാന്ധിജി. കണ്ടോ നിങ്ങൾ ഓരോ പേജും? ഗാന്ധിജീനെ കണ്ടാ മനസ്സിലാവുമല്ലോ അവർക്ക്. പിന്നെ ജവഹർലാൽ നെഹ്റുവിനെ എന്താ വിളിക്കുന്നത് നമ്മള് സ്നേഹത്തോടെ? എന്താ വിളിക്കുക ഷഹ്ബറ? ചാച്ചാജി, ചാച്ചാജി. ഓക്കെ. ഗാന്ധിജിനെയോ? ബാബുജി, ബാപ്പുജി. സുഭാഷ് ചന്ദ്രബോസിന് എന്താ അറിയപ്പെടുന്നേ? ആർക്കറിയാം അതിന്റെ ആൻസർ? നേതാജി എന്നറിയപ്പെടുന്ന ആര്? ഓക്കെ. എന്താ അറിയപ്പെടുന്ന അമാൻ? നേതാജി. നേതാജി. ഓക്കെ. അപ്പൊ നേതാജിയാണ് സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് നേതാജി എന്നാണ് അറിയപ്പെടുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നേതാജി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ സുഭാഷ് ചന്ദ്രബോസിനെ എഴുതാൻ അറിയണം അല്ലെ. ഓക്കെ. പിന്നെയോ? സരോജിനി നായിഡു ഉണ്ട്, അബ്ദുൽ കലാം ആസാദ് ഉണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് എഴുതാനുണ്ട്. കാട്ടിലെ രാജാവായ ഡേഷ് മരിച്ചു, അതൊക്കെ എഴുതാനുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ നല്ലതുപോലെ വായിക്കുക, അതുപോലെ എഴുതാനും പഠിക്കുക. കഴിഞ്ഞ എക്സാം പോലെയല്ല, എഴുതാനുണ്ട്. അതുകൊണ്ടാണ് മിസ് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ എന്നാലും മക്കളെ, റെഡിയാണോ എല്ലാരും എക്സാമിന്? നമ്മുടെ എക്സാം മൺഡേയിലാണ്, 2 ദിവസമേ ഉള്ളൂ. ഓക്കെ. അതുകൊണ്ട് ഈ ലാസ്റ്റ് പാഠത്തിന് മിസ് ഒറ്റ ക്വസ്റ്റ്യനെ ഇട്ടിട്ടുള്ളൂ. ലാസ്റ്റ് പാഠത്തിന് ഒറ്റ ക്വസ്റ്റ്യനെ വരുന്നുള്ളൂ. ഇപ്പൊ എടുത്തതായതുകൊണ്ട്. അതിന് മുന്നേയില് നമ്മുടെ കുറച്ച് ടഫിലെ പാടുണ്ട്. ഏത്? ഗാന്ധിജി വരുന്നത്, തിരുവോണം. ഇതൊക്കെ നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഐഫൂന നല്ല സ്റ്റൈലിലാണ് ഉള്ളത്. ഇപ്പൊ ഇനി മുടി വാരൊന്നും വേണ്ട, സൂപ്പർ ആയിട്ടുണ്ട്. ഐഫൂന സുന്ദരി അല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യട്ടെ. ആർക്കും എക്സാമിനൊന്നും ഒരു ടെൻഷനും ഇല്ല അല്ലേ? എല്ലാരും നല്ല മക്കളായി പഠിച്ചു റെഡിയായി. ഓക്കെ, ബൈ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എല്ലാ സബ്ജക്റ്റും പഠിച്ചോ? പഠിച്ചോ എല്ലാവരും? ഓക്കെ, പഠിച്ചു അല്ലേ? അപ്പൊ നമ്മളത് ഫസ്റ്റിൽ വരുന്നതാണ്. എക്സാം തിങ്കളാഴ്ചയല്ലേ നമ്മുടെ എക്സാം? ആണോ? ആർക്കെങ്കിലും അറിയോ തിങ്കളാഴ്ചയാണോ? അതെ, മൺഡേയിലാണ് നമ്മുടെ എക്സാം കേട്ടോ. അപ്പൊ ഈ ലാസ്റ്റ് പടത്തിന് അധികമൊന്നും ക്വസ്റ്റ്യൻസ് ഇല്ല, ഒറ്റേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഇന്ന് മിസ് പഠിപ്പിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഓക്കെ. അപ്പൊ അതുവരെയുള്ള പാഠത്തിന് നല്ലപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നല്ലതുപോലെ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ ആൻസർ ചെയ്യാം. ബൈ. ഓക്കെ. ഇനി ഇപ്പോഴേ കാണില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് തിങ്കളാഴ്ച പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴേ കാണാൻ നിങ്ങൾക്ക് കൂട്ട് പഠിച്ചു. എക്സാം എല്ലാം കഴിഞ്ഞ് സ്കൂൾ അടക്കും അല്ലേ? സ്കൂൾ അടച്ചാൽ മതി എന്ന് വിചാരിച്ചിരിക്കേ. ഓക്കെ, ബൈ.